ിൽപ്പെട്ട ഒരു വാർത്ത എറണാകുളം പനമ്പള്ളി നഗറിൽ RDS അവന്യൂ 1 ഫ്ളാറ്റിന്റെ പില്ലറിന്റെ ഒരു ഭാഗം ഇടിഞ്ഞതാണ്. 24 കുടുംബങ്ങൾ താമസിക്കുന്ന ബ്ലോക്കിലാണ് ഈ സംഭവം. താമസക്കാർ ഫ്ളാറ്റിൽ നിന്നും ഒഴിഞ്ഞുപോയി. ഒരു കേന്ദ്രത്തിലേക്ക് മൊത്തം ഭാരം വന്നതാണ് പില്ലറിന് തകരാറുണ്ടാകാൻ കാരണമെന്നാണ് സ്ട്രക്ചറൽ കൺസൾട്ടന്റായ ഡോക്ടർ അനിൽ ജോസഫ് പറയുന്നത്. അദ്ദേഹത്തിന്റെ പ്രതികരണം ആദ്യം. ഇന്ന് രാവിലെയോടെയാണ് പനമ്പള്ളി നഗറിലെ RDS അവന്യൂ 1 എന്ന ഫ്ളാറ്റിന്റെ ഒരു ബ്ലോക്കിന് താഴെയുള്ള പാർക്കിംഗ് സ്പേസിലെ പില്ലറിൽ ചെറിയ വിള്ളൽ കണ്ട് അതിന്റെ കോൺക്രീറ്റ് പാളികൾ ഇളകിയത് ശ്രദ്ധയിൽപ്പെടുന്നത്. തകർച്ച നേരിട്ട ആ പില്ലർ ഇരിക്കുന്ന ആ ബ്ലോക്കിൽ 24 കുടുംബങ്ങളാണ് ഉണ്ടായത്. അതിൽ 20ഓളം വരുന്ന കുടുംബങ്ങൾ ഇപ്പോൾ ആ സമയത്ത് തന്നെ അവർ അവിടെ ഈ ഫ്ളാറ്റ് വിട്ടുപോയിരുന്നു. ഇത്തരത്തിൽ പില്ലറിന്റെ ഒരു ബലക്ഷയം കണക്കിലെടുത്ത് അവർ അവിടെ നിന്ന് ഒഴിഞ്ഞു പോയിരുന്നു. ബാക്കിയുള്ള എല്ലാവരും തന്നെ ഇന്നിപ്പോൾ മാറാൻ നിൽക്കുകയാണ് എന്നൊരു വിവരമാണ് നമുക്ക് ലഭിച്ചത്. കോർപ്പറേഷന്റെ എഞ്ചിനീയറിംഗ് വിഭാഗവും അതുപോലെ തന്നെ കേരള ഫയർഫോഴ്സിന്റെ ഗാന്ധിനഗർ യൂണിറ്റിൽ നിന്നുള്ള ഒരു സംഘവും ഇവിടെ എത്തി ഇവരെ പരിശോധനകൾ നടത്തുന്നുണ്ട്. ഏത് തരത്തിലാണ് ഇങ്ങനൊരു ബലക്ഷയം വന്നത് എന്നതിൽ ഒരു വ്യക്തത വന്നിട്ടില്ല. അതിൽ തുടരെയുള്ള അന്വേഷണങ്ങൾ ആവശ്യമാണ്. അതിൽ പ്രകാരമായിരിക്കും ഇത് എങ്ങനെയാണ് ഈ ബലക്ഷയം വന്നത് എന്നുള്ളൊരു കാര്യത്തിൽ തീരുമാനമാകും. ഏതായാലും ഇപ്പോൾ താൽക്കാലികമായി ഫ്ളാറ്റ് അസോസിയേഷൻ ഈ ഒരു കാര്യത്തിൽ ഇടപെട്ടുകൊണ്ട് ഇതിന്റെ ആ ബലക്ഷയം സംഭവിച്ച ആ പില്ലറിന് സമീപത്തായി ജാക്കികൾ കൊണ്ടുവന്ന് ആ ഒരു കോൺക്രീറ്റ് ആ കെട്ടിടം അത് താങ്ങി നിർത്തുന്ന ഒരു പ്രക്രിയ ഇപ്പോൾ ഫ്ളാറ്റ് അസോസിയേഷൻ ഇവിടെ ആരംഭിച്ചിട്ടുണ്ട്. എൻ്റെ പേര് ഡോക്ടർ അനിൽ ജോസഫ്, സ്ട്രക്ചറൽ എഞ്ചിനീയറാണ്. അപ്പോൾ നമ്മളുടെ പ്രൈമറിലി വെച്ചിരിക്കുന്ന ഒരു ഒറ്റ പർട്ടിക്കുലർ കോളത്തിൽ സ്ട്രെസ് വന്നപ്പോൾ അതിൻ്റെ കോളം ഒന്ന് ബസ്റ്റ് ചെയ്താണ്. പക്ഷേ ലക്കിലി 5 കോളം ചുറ്റുമുള്ളതുകൊണ്ട് അതിലേക്ക് ഇപ്പോൾ ലോഡ് ബൈപ്പാസ്ഡ് ആണ്. അപ്പോൾ ഇമ്മീഡിയറ്റ്ലി ആയിട്ട് അതിനുള്ള പ്രൊട്ടക്ഷൻ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. സ്റ്റീൽസ് ഇപ്പോൾ തൽക്കാലം പ്രോപ്പപ്പ് ചെയ്യുവാണ്. ഇനി സ്റ്റീൽ സെക്ഷൻ കൊടുത്ത് അത് ബൈപ്പാസ് ചെയ്യും. സ്റ്റീൽ സെക്ഷൻ കൊടുത്ത് ബൈപ്പാസ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് ചെയ്യും. അത്രയും ഫ്ലോർസിലുള്ളവർ ഇവാക്യുവേറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ബാക്കിയുള്ളിടത്തൊന്നും ഡാമേജസ് കാണുന്നില്ല. പക്ഷേ ദർ ഇസ് എ സഡൻ ഷേക്കിംഗ് ഓൺ ദ ബിൽഡിംഗ്. അപ്പോൾ അതിന് പ്രൊട്ടക്റ്റീവ് മെഷേഴ്സ് ഇമ്മീഡിയറ്റ്ലി ചെയ്യണം എന്നുള്ളതാണ് സിറ്റുവേഷൻ. റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരൊറ്റ പർട്ടിക്കുലർ പോയിന്റിൽ സ്ട്രെസ് കൂടിപ്പോയതാണ് കാരണം. അപ്പോൾ എന്തെങ്കിലും പില്ലറിൽ അപ്പോൾ അതൊരു ഇത്രയും നാൾ ഈൽഡ് ഉണ്ടായതാവാം, ലൈറ്റ് മൂവ്മെൻറ്റും ഉണ്ടാവാം, അല്ലെങ്കിൽ സഡൻ ജെർക്കിങ് എന്തെങ്കിലും വന്നതുകൊണ്ടാവാം. വേറെ എന്തെങ്കിലും ഇപ്പോൾ ദർ മൈറ്റ് ബി സം റിനോവേഷൻ ഗോയിങ് ഓൺ ഓർ സം കമ്പോണൻസ് മൈറ്റ് ഹവ് ഗോൺ ഇൻ ടു ദാറ്റ്. പക്ഷെ അത് ആ പില്ലറിലേക്ക് സ്ട്രെസ് കൂടി. പക്ഷേ ഭാഗ്യത്തിന് ചുറ്റും 5 പില്ലറുള്ളതുകൊണ്ട് അവിടെ ഒരു പ്രൊട്ടക്റ്റീവ് ബൈപ്പാസിങ് ടെമ്പററി നടന്നിട്ടുണ്ട്. അതൊരു പ്രോഗ്രസീവ് ഫെയിലിയേഴ്സിലേക്ക് പോയിട്ടില്ല. ഒരൊറ്റ പർട്ടിക്കുലർ പോയിന്റിലാണ് നിൽക്കുന്നത്. പക്ഷേ ബാക്കിയുള്ളത് അസസ് ചെയ്താലേ നമുക്ക് കറക്റ്റായിട്ട് പറയാൻ പറ്റുള്ളൂ. പ്രശ്നം ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ എന്തെങ്കിലും ക്രിട്ടിക്കൽ ആണെങ്കിൽ എങ്ങനെ സപ്പോർട്ട് ചെയ്യാം. ഒരു പ്രോബ്ലം ഉണ്ട്, അത് ചെയ്യാനുള്ള ഗൈഡൻസ് കൊടുത്തിട്ടുണ്ട്. ഈ ഫ്ളാറ്റ് അസോസിയേഷൻ വിളിച്ചത് പ്രകാരം സ്ട്രക്ചറൽ കൺസൾട്ടന്റ് ആയിട്ടുള്ള ഡോക്ടർ അനിൽ ജോസഫാണ് ഇപ്പോൾ സംസാരിച്ചത്. താൽക്കാലികമായി ഒരു ബീമിലോട്ട് തന്നെ ഇതിന്റെ മൊത്തം ഒരു ഭാരവും എല്ലാം വന്നത് കാരണമാകാം ഈ ഒരു ബലക്ഷയം സംഭവിച്ചത് എന്നാണ് അദ്ദേഹം വിശദമാക്കിയത്. നിഖിൽ ജോസഫിനൊപ്പം വിഷ്ണു പ്രകാശ്, മാതൃഭൂമി ന്യൂസ്, കൊച്ചി.